എൻ്റെ സഹോദരങ്ങളെ, ഈ അവസാന കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. സഹോദരങ്ങളെ, നാം എല്ലാവരും ജീവിക്കുകയാണ്. പക്ഷേ പലതരത്തിലുള്ള ജീവിതങ്ങളാണ് എല്ലാം. ഈ ലോകത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ വേഷങ്ങൾ, വ്യത്യസ്തമായ രൂപങ്ങൾ, വ്യത്യസ്തമായ ജോലികൾ, വ്യത്യസ്തമായ വിശ്വാസങ്ങൾ. വേറൊന്ന് ശ്രദ്ധിക്കാം. ജോലി ചെയ്യുന്ന ഒരു പറ്റം ജനങ്ങൾ, ജോലി ചെയ്യാതെ ജീവിക്കുന്ന മറ്റൊരു കൂട്ടം ജനങ്ങൾ. ജോലി ചെയ്യുന്ന എല്ലാവരും സമ്പത്തുണ്ടാക്കുന്നില്ല. ഒരു വശത്ത് ധനവാന്മാർ, മറുവശത്ത് ദരിദ്രർ. ഒരിടത്ത് ജോലി ലഭിക്കാത്തവർ, മറ്റു വശത്ത് ജോലി ഉണ്ടായിട്ടും ചെയ്യാതെ ഇരിക്കുന്നവർ. ചിലർ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, മറ്റു ചിലർ വളരെ സുഖമായി ജീവിക്കുന്നു. ചിലർ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു, മറ്റു ചിലർ ആരോഗ്യത്തോടു കൂടെ ജീവിക്കുന്നു. ചിലർ നന്മ ചെയ്യാൻ വേണ്ടി കഠിനശ്രമം, മറ്റു ചിലർ നന്മ ചെയ്യാതിരിക്കുവാൻ ബദ്ധശ്രദ്ധരായിട്ട് ജീവിക്കുന്നു. വ്യത്യസ്ത നിറഞ്ഞ ലോകം. എൻ്റെ സഹോദരങ്ങളെ, എത്ര വ്യത്യസ്തത നിറഞ്ഞ ലോകമാണെങ്കിലും അവസാനം ഒരുപോലെ സ്വീകരിക്കേണ്ട ഒരു സത്യമുണ്ട്. ആ സത്യത്തിൻ്റെ പേരാണ് മരണമെന്ന്. അവിടെ ഭാഷകൾക്കോ വേഷത്തിനോ രൂപത്തിനോ ഒന്നും പ്രാധാന്യമില്ല. എല്ലാവരെയും ഒരുപോലെ ആശ്ലേഷിക്കുന്ന മരണം എന്ന സത്യം. മരണത്തോടെ എല്ലാവരും ഒന്നാകുകയാണ്. മരിച്ചതിന് ശേഷമോ? ക്രിസ്ത്യാനിക്ക് മരണം നിത്യജീവിതത്തിലേക്കുള്ള വാതിലാണ് എന്നാണ് പറയുക. മരണത്തോടെ ഈ ലോക ജീവിതത്തിൻ്റെ വാതിൽ അടയുന്നു, പരലോകത്തിൻ്റെ വാതിൽ തുറക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളുടെ റോൾ മോഡൽ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു കാണിച്ചു തന്ന മാതൃകകളാണ് ക്രിസ്ത്യാനികൾ അനുകരിക്കേണ്ടത്. ക്രിസ്തു ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എങ്കിൽ നാം ഓരോരുത്തരും ജനിക്കും, ജീവിക്കും, മരിക്കും, ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സൃഷ്ടാവായ ദൈവത്തോട് ചേർന്നാലേ സൃഷ്ടിയുടെ പൂർണ്ണത കൈവരിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ൽ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞത് കാണാം. സൃഷ്ടാവിൻ്റെ പക്കലേക്ക് സൃഷ്ടി എത്തിച്ചേർന്നാലേ സൃഷ്ടിയുടെ പൂർണ്ണത കൈവരിക്കൂ. അതാണ് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ യേശു ഒരിക്കൽ വീണ്ടും വരും. നാം യേശുവിൻ്റെ 2-ാം വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ തോമാസ് ലീഹായെക്കുറിച്ച് ഇങ്ങനെയൊരു കഥയുണ്ട്. ഗുണ്ടഫർ രാജാവിൻ്റെ കാലത്ത് തോമാസ് ലീഹായെ ഒരു കൊട്ടാരം പണിയുവാനായിട്ട് രാജാവ് ഏൽപ്പിക്കുന്നുണ്ട്. ധാരാളം പണമടങ്ങുന്ന പണസഞ്ചിയും കയ്യിൽ കൊടുത്ത് രാജാവ് തോമസ് പണിയുന്ന കൊട്ടാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞ് രാജാവ് കൊട്ടാരം പണി എത്രയായി എന്നറിയാൻ തോമാസ് ലീഹയെ ഒന്ന് സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ കൊട്ടാരവുമില്ല,
പണവുമില്ല. രാജാവിന് ദേഷ്യം വന്നു. ഈ പണമെല്ലാം എന്തു ചെയ്തു? തോമസ് ഈ പണമെല്ലാം എടുത്ത് ദരിദ്രർക്ക് കൊടുക്കുകയായിരുന്നു. തോമസിനെ കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുണ്ടഫർ രാജാവിൻ്റെ അനുജൻ മരണപ്പെട്ടു. അദ്ദേഹം മാലാഖമാരുടെ കൈകളിൽ വഹിക്കപ്പെട്ടു. അവിടെ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ദൈവം പറഞ്ഞ ആ സ്ഥലം. അവിടേക്ക് മാലാഖ ഈ അനുജൻ്റെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. പക്ഷേ മാലാഖ അവിടെ ചെന്നപ്പോൾ ഗുണ്ടഫർ രാജാവിൻ്റെ അനുജൻ്റെ പേരിൽ ഒരു വീട് കണ്ടില്ല. പല നാമത്തിലുള്ള വീടുകളും കണ്ടു. മാലാഖ ഈ അനുജനെയും കൊണ്ട് നടക്കുമ്പോൾ അനുജനോട് ചോദിച്ചു, നീ ഇവിടെ വീടൊന്നും പണിത് വെച്ചിട്ടില്ലേ? അപ്പോഴാണ് അനുജൻ്റെ ആത്മാവ് മാലാഖയോട് ചോദിക്കുന്നത്, ഭൂമിയിൽ വീട് കെട്ടണം, ഇനി ഇവിടെയും വീട് കെട്ടണമോ? മാലാഖ പറഞ്ഞു, പിന്നെ ഇവിടെ വീട് കെട്ടണം. നീ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലൊരു വീട് പണിയണമായിരുന്നു. ആ വീട്ടിലാണ് നിന്നെ ഞാൻ കൊണ്ടിരുത്തുക. പക്ഷേ ഇവിടെ നിന്റെ പേരിൽ വീടൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അനുജന് ഭയങ്കര സങ്കടമായി. അങ്ങനെ നടക്കുമ്പോൾ ഗുണ്ടഫർ രാജാവ് എന്ന് പറഞ്ഞ ഒരു വലിയ ബംഗ്ലാവ്. അനുജൻ മാലാഖയോട് പറഞ്ഞു, മാലാഖയെ, എന്നെ ഇവിടെ ഇരുത്തിക്കോ. ഇത് എൻ്റെ ചേട്ടൻ്റെ വീടാണ്, ഞാൻ ഇവിടെ ഇരുന്നുകൊള്ളാം. മാലാഖ പറഞ്ഞു, ചേട്ടനും അനുജനുമൊക്കെ ലോകത്തിൽ, ഇവിടെ അങ്ങനെയില്ല. നീ വീട് പണിതിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഇരിക്കാം, അവിടെ വസിക്കാം. ഗുണ്ടഫർ രാജാവിൻ്റെ അനുജൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് സ്വയം പറഞ്ഞു, അപ്പോൾ എൻ്റെ ചേട്ടൻ ആള് കൊള്ളാമല്ലോ. അവൻ ലോകത്തിലും വീട് പണിതിട്ടുണ്ട്, സ്വർഗത്തിലും വീട് പണിതിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ മാലാഖ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നിന്റെ ചേട്ടൻ പണിത വീടല്ല. നിന്റെ ചേട്ടന് വേണ്ടി തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പണിതുണ്ടാക്കിയ വീടാണ്. അതെങ്ങനെയാണ് എന്ന് മാലാഖയോട് ചോദിച്ചു. മാലാഖ പറഞ്ഞു, ഭൂമിയിൽ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ വീടിനുള്ള ഓരോ ഇഷ്ടികയും ഉയരുകയാണ്. അങ്ങനെ സ്വർഗത്തിലൊരു വീടുണ്ടാക്കണം. കാരണം ഈ ജീവിതം മരണത്തോടെ അവസാനിക്കുകയില്ല എന്ന് നീ അറിഞ്ഞിരുന്നതല്ലേ. അപ്പോൾ സ്വർഗത്തിൽ നിത്യമായി ദൈവത്തോട് കൂടെ വസിക്കുവാൻ ഒരു വീട് വേണ്ടേ? എന്തുകൊണ്ട് നീ അത് ഉണ്ടാക്കിയില്ല? തോമസ് ഗുണ്ടഫറിന് വേണ്ടി ഉണ്ടാക്കിയ വീടാണിത്. മാലാഖയോട് ഗുണ്ടഫർ രാജാവിൻ്റെ അനുജൻ പറഞ്ഞു അത്രേ, മാലാഖെ, എന്നെ ഒന്ന് ലോകത്തിലേക്ക് അയക്കുമോ? പാവം തോമസിനെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാ എൻ്റെ ചേട്ടൻ. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനോട് പോയി പറയട്ടെ അവനെ അവിടെ നിന്നും പുറത്തയക്കുവാൻ. അങ്ങനെ ഗുണ്ടഫർ രാജാവിൻ്റെ അനുജൻ രാജാവിന് പ്രത്യക്ഷപ്പെട്ടു. തോമസിനെ കാരാഗൃഹത്തിൽ നിന്നും മോചിതനാക്കി എന്നാണ് കഥ പറയുക. എൻ്റെ സഹോദരങ്ങളെ, ഈശോ വചനത്തിലൂടെ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. സ്ഥലം ഒരുങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. എങ്ങനെയാണ് ഈ സ്ഥലം ഒരുങ്ങുക? ഈശോ നമുക്ക് വേണ്ടി വീടൊരുക്കണമെങ്കിൽ ഈശോ പറയുന്നത് പോലെ സുഹൃത ജീവിതം നയിക്കണം എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഈ ലോക ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല എന്ന മഹാസത്യം അനുദിന ജീവിതത്തിൽ ഓർമ്മ വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നാണ് നാം ഈ കേട്ട കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മരണത്തോടെ നമ്മുടെ ശരീരം പുഴുക്കൾക്കിരയാകും സഹോദരങ്ങളെ. മണ്ണിൽ നിന്ന് എടുത്തത് മണ്ണിലേക്ക്. മനുഷ്യൻ്റെ ശരീരം മെനയാൻ പിതാവ് എടുത്തത് പൂഴിയാണ്. ഈ പൂഴിയായി തന്നെ തീരും. മനുഷ്യന് ദൈവം ഒരു ആത്മാവിനെ കൊടുത്തു. അത് ദൈവത്തിൽ നിന്നാണ് എടുത്തത്. ദൈവത്തിൽ നിന്നും എടുത്തത് ദൈവത്തിലേക്ക് ചേരണം. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് വസിക്കാൻ ഈ ലോകത്ത് ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചെങ്കിൽ ആത്മാവിന് വസിക്കാൻ അവിടെ ഒരു സ്ഥലം വേണ്ടേ? പരലോകത്ത് ഒരു സ്ഥലം നാം ഒരുക്കിയിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ഇല്ലെങ്കിൽ അതിനുള്ള വില നാം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? പരലോകത്ത് വീട് പണിയാൻ
എത്ര ഡെപ്പോസിറ്റ് ഉണ്ട് നമ്മുടെ നിക്ഷേപങ്ങളിൽ? നമുക്ക് ചിന്തിക്കാം. പുഴു അരിക്കാത്ത, ചിതലെടുക്കാത്ത, കള്ളൻ മോഷ്ടിക്കാത്ത സമ്പാദ്യമുണ്ടോ നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ? നമുക്കൊന്ന് ചിന്തിക്കാം സഹോദരങ്ങളെ. ഒരിക്കൽ ഒരു രാജാവ് ഒരാളെ കഴുവിലേറ്റാനായിട്ട് വിധിച്ചു. അയാൾ വളരെ ദുഃഖിതനായി. അയാൾക്ക് 4 സ്നേഹിതന്മാരുണ്ടായിരുന്നു. അയാൾ ഈ വിധി കേട്ടപ്പോൾ ഓടി ആദ്യത്തെ സ്നേഹിതൻ്റെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, പ്രിയ സ്നേഹിത, എന്നെ നീ സഹായിക്കുമോ? ആ സ്നേഹിതൻ തിരിച്ചു പറഞ്ഞു അത്രേ, മരണം വരെയുള്ള കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റൂ. മരണവും അതിനപ്പുറവും എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന്. ആദ്യത്തെ സ്നേഹിതൻ, അവൻ ലോകമായിരുന്നു. ഈ ലോകമാകുന്ന സ്നേഹിതന് നമ്മുടെ ജീവിതത്തിൽ മരണം വരെയേ സഹായിക്കാൻ കഴിയുള്ളൂ. ഇദ്ദേഹം രണ്ടാമത്തെ സ്നേഹിതൻ്റെ പക്കലേക്ക് ചെന്നു. അദ്ദേഹത്തോടും പറഞ്ഞു, പ്രിയ സ്നേഹിത, എന്നെയൊന്ന് സഹായിക്കുമോ? ആ സ്നേഹിതൻ പറഞ്ഞു അത്രേ, മിത്രമേ, താങ്കളുടെ അവസ്ഥയിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. പക്ഷേ ഇത് തടയുവാൻ ഞാൻ അശക്തനാണ്. സ്വന്തം ജനമായിരുന്നു ആ രണ്ടാമത്തെ സ്നേഹിതൻ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് വരുന്ന ആത്മാവിൻ്റെ അപകടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഒരിക്കലും നാം കണ്ടുമുട്ടിയിട്ടുള്ള ജനങ്ങൾ, മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടാകില്ല. മൂന്നാമത്തെ സ്നേഹിതൻ്റെ പക്കലേക്ക് ഇദ്ദേഹം ഓടിയണഞ്ഞു. ആ സ്നേഹിതൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഈ അന്ത്യനിമിഷം വരെ നിന്നോടൊപ്പമായിരിക്കാൻ ഞാൻ മറ്റാരേക്കാളും അടുത്ത് നിൽക്കാം. അതിനപ്പുറം എനിക്കൊന്നും സാധ്യമല്ല. ആ സ്നേഹിതൻ സ്വന്തം ശരീരമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, തിന്മ ചെയ്യുവാനായിട്ടും നന്മ ചെയ്യുവാനായിട്ടും ഈ ശരീരം നമ്മെ സഹായിക്കും. ഈ ശരീരം മരണത്തിൻ്റെ വക്കുവരെയേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. മരണത്തിന് ശേഷം ഈ ശരീരത്തിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ശരീരത്തിൽ ആരും അറിയാതെ ദൈവത്തിൻ്റെ കണ്ണുകൾ കണ്ട പാപങ്ങൾ, മരണത്തിനപ്പുറമുള്ള നമ്മുടെ ജീവിതത്തിന് കർശനമായ ഒരു ശിക്ഷ വാങ്ങിത്തരും. അതിനുള്ള കഴിവാണ് ശരീരത്തിനുള്ളത്. ശരീരം മരണം വന്നപ്പോൾ പറഞ്ഞു, മരണം വരെയേ ഞാൻ കൂടെ നിൽക്കൂ, അതിനുശേഷം ഞാൻ ഉണ്ടാകില്ല എന്ന്. ഈ സഹോദരൻ നാലാമത്തെ സ്നേഹിതൻ്റെ പക്കലേക്ക് പോവുകയാണ്. ഈ നാലാമത്തെ സ്നേഹിതനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇദ്ദേഹം മൈൻഡ് ചെയ്തിട്ടേയില്ല. എങ്കിലും വല്ലപ്പോഴുമൊക്കെ കൂട്ടുകൂടുമായിരുന്നു. ഈ നാലാമത്തെ സ്നേഹിതൻ്റെ പക്കലേക്ക് ഇദ്ദേഹം സഹായം യാചിച്ച് ചെല്ലുകയാണ്. ആ സ്നേഹിതൻ ഇദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, അല്ലയോ സ്നേഹിത, താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ദുഃഖം ഇല്ലാതാക്കാൻ പറ്റിയ ഔഷധം എൻ്റെ പക്കലുണ്ട്. എൻ്റെ പേര് തന്നെ മൃത്യുഞ്ജയൻ എന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, സുഹൃതമായിരുന്നു നാലാമത്തെ സ്നേഹിതൻ. മനുഷ്യൻ്റെ സുഹൃതങ്ങൾ മാത്രമേ മരണത്തിനപ്പുറം അവൻ്റെ കൂടെയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിപൂർവം ചിന്തിച്ചാൽ നമുക്കിപ്പോൾ മനസ്സിലാകും, മറ്റു 3 സ്നേഹിതന്മാരെക്കാൾ നാം കൂട്ടുപിടിക്കേണ്ടത് സുഹൃതത്തെയാണ്. ഈ ഭൂമിയിൽ നീ എന്തുമാത്രം സുഹൃതം ചെയ്തു, അതുമാത്രമാണ് മരണത്തിനോട് കൂടെ നിന്നോട് കൂടെ വരിക. സ്വർഗത്തിൻ്റെ പ്രവേശനത്തിനായിട്ട് നമുക്ക് എൻട്രൻസ് ഫീ കൊടുക്കുന്നത് ഭൂമിയിൽ നാം ചെയ്ത സുഹൃതങ്ങളും നാം ഏറ്റെടുത്ത സഹനങ്ങളുമാണെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നാം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? പരലോകത്തിലും ഒരു വീട് പണിയണ്ടേ? വിശുദ്ധ എൻ കേതറിൻ എമിറിച്ച് ഈശോയുടെ മരണത്തെക്കുറിച്ച് കാണുന്ന ഒരു ദർശനം ഇങ്ങനെയാണ്. യേശുവിൻ്റെ ആത്മാവ് മരണത്തോടു കൂടെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പ്രവേശിക്കുകയാണ്. അത് 3 ലോകങ്ങളായിട്ട് വിശുദ്ധയ്ക്ക് അനുഭവപ്പെട്ടുവെന്ന്. ലിംബോ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, അതിൻ്റെ എതിർവശത്ത് മനോഹരവും പ്രഭാപൂരിതവുമായ ഒരു സ്ഥലം, പുഷ്പങ്ങൾ നിറഞ്ഞതും മൃദുവായ കുളിർക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സ്ഥലം. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിക്കപ്പെട്ടവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാത്തവരുടെ ആത്മാക്കളുടെ സങ്കേതമായിരുന്നു ആ സ്ഥലം. ഈ ലിംബോ പല ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടതും മൂടൽ മഞ്ഞ് ആവരണം ചെയ്യപ്പെട്ടതുമായിരുന്നത്രേ.
അബ്രാഹത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരും അബ്രാഹം മുതൽ സ്നാപകൻ വരെയുള്ളവരെയും വിശുദ്ധ അവിടെ കണ്ടു എന്നാണ് പറയുക. പൂർവ്വപിതാക്കന്മാരായ ആദം, ഹവ്വ ഇവരുടെ അടുത്തെല്ലാം ഈശോ സംസാരിക്കുന്നതും ആ വിശുദ്ധ കണ്ടുവത്രേ. പിന്നീട് ഈശോ യഥാർത്ഥ ലിംബോയിലേക്ക് പ്രവേശിച്ചു. ആൻ കാതറിന് ലഭിച്ച ദർശനങ്ങളിൽ സ്വർഗീയ ജെറുസലേം നന്നായി ക്രമീകരിച്ച വളരെ മനോഹരമായ ഒരു പട്ടണമായിട്ടാണ് കാണപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കുന്ന മഹത്വത്തിലുള്ള വ്യത്യാസം, നാം ചെയ്ത നന്മപ്രവർത്തികളുടെ തോതനുസരിച്ച് നാം വസിക്കുന്ന സ്ഥലവും വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് ഇവരുടെ ദർശനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുക. ഇവർ പറയുന്നതനുസരിച്ച് ഈ സ്വർഗം ക്രമീകരിച്ചിരിക്കുന്നത് നാം നമ്മുടെ സുഹൃതങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമായ ആനന്ദമുള്ള, അവിടെയുള്ള കൊട്ടാരങ്ങളുടെ മഹനീയത, അവയോട് ചേർന്നുള്ള തോട്ടങ്ങളിലെ ഫലങ്ങൾ, പുഷ്പങ്ങൾ, ഇവയുടെ വ്യത്യസ്തതയനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ മനുഷ്യർക്ക് ക്രമീകരിച്ചിരിക്കുന്നത് കാണാമത്രേ. എൻ്റെ സഹോദരങ്ങളെ, നാം ഈ അവസാന കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. സ്വർഗത്തിൽ ഒരു വീട് പണിയണം. മരണത്തോടുകൂടെ ഈ ലോക ജീവിതം അവസാനിക്കും. പരലോക ജീവിതത്തിൻ്റെ വാതിൽ തുറക്കും. മാലാഖ നമ്മെ കൊണ്ടുപോകാൻ വരും. നമ്മുടെ പേരിൽ ഒരു വീട് പരലോകത്തിൽ നാം വാങ്ങി വെച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ അത് വാങ്ങാനുള്ള പണം നമ്മളിപ്പോൾ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ? നാം ഭൂമിയിൽ നമ്മുടെ ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ടോ? പരലോകത്തിലേക്കുള്ള വീട് വാങ്ങാൻ, സ്ഥിരമായ ഒരു വീട് വാങ്ങാൻ, നിത്യമായി ദൈവത്തോടു കൂടെ ജീവിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 യേശു പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്നവരെയല്ല, നിന്നെ ദ്രോഹിക്കുന്നവരെ നീ സ്നേഹിക്കുക. അങ്ങനെ ചെയ്താൽ മുത്തുകൊണ്ട് ഒരു കൊട്ടാരം പണിയാം നമുക്ക്. പണി കഴിയുമ്പോൾ യേശു വരും നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ. നാം ലോകത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടർമാർ കയറിയ ഉടനെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ചേച്ചി ചേച്ചി ചേട്ടാ മുകളിൽ പിടിക്കി എന്ന്. നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ലോകമാകുന്ന ബസ്സിൽ നാം യാത്ര ചെയ്യുമ്പോൾ മുകളിലൊരു പിടുത്തമുണ്ടോ നമുക്ക്? മുകളിലൊരു നിക്ഷേപമുണ്ടോ നമുക്ക്? എങ്കിൽ ഭയം കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ വസിക്കാം. മരണം ഏത് നിമിഷവും നമ്മുടെ തൊട്ടടുത്തുണ്ട്. മരണം ലോകത്തിൻ്റെ വാതിൽ അടയ്ക്കുമ്പോൾ, പരലോകത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അവിടെ നാം നിക്ഷേപം കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ടാരത്തിൽ കയറി നമുക്ക് നിത്യമായി യേശുവിനോട് കൂടെ വസിക്കാം. അതിനായി നിക്ഷേപം കൂട്ടാൻ, ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കാൻ, വീടുണ്ടാക്കാൻ നമുക്ക് ഈ നിമിഷങ്ങളിൽ ശ്രമിക്കാം.